പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 6 വെള്ളിയാഴ്ച. റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ദയ നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച് മാറ്റത്തിനായി നയിക്കാനാണ് എന്ന ആത്മീയ സത്യം അടങ്ങിയിരിക്കും. നാം പലപ്പോഴും ദൈവത്തെ ഭയത്തിൻ്റെ ദൈവമായി കാണുകയും പാപം ചെയ്താൽ ഉടൻ ശിക്ഷിക്കുന്നവനെന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം സഹനത്തിൻ്റെ ദൈവമാണെന്ന് സത്യമാണ്. അവൻ നമുക്ക് വീണ്ടും അവസരം നൽകുകയാണ്. അവൻ കാത്തിരിക്കുന്നു, അവൻ ക്ഷമിക്കുന്നു. അവൻ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ മാനസാന്തരത്തിനായ. വലിയ നോമ്പ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഹൃദയം മാനസാന്തരമാണ്. ദോഷചിന്തകൾ ഒഴിവാക്കണം. പ്രാർത്ഥന വാക്കുകളിൽ മാത്രം പോരാ, ഹൃദയം യഥാർത്ഥത്തിൽ മാറണം. ദൈവം നമ്മോട് കാണിച്ച ദയയുടെ അനവധി അനുഭവങ്ങൾ നമുക്ക് ഓർക്കാം. എത്ര തവണ നാം ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചു, എങ്കിലും ദൈവം നമ്മെ തള്ളിക്കളഞ്ഞില്ല. അവൻ ഇന്നും നമ്മെ വിളിക്കുന്നു. അവൻ്റെ ദീർഘക്ഷമ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു അപകടം നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെ സഹനത്തെ നാം ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി പാപത്തിൽ തുടരാൻ നാം ശ്രമിക്കുന്നു. ഇത് ആത്മീയമായ വളരെ അപകടമാണ്. ദൈവത്തിൻ്റെ ദയയെ നിസ്സാരമായി കാണരുത്. കാരണം അവൻ്റെ ദയ വിലമതിക്കാനാവാത്ത അവസരമാണ്, മാറ്റത്തിനുള്ളതായ അവസരമാണ്. ഇന്ന് നമുക്ക് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ദയ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ സത്യമായി മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ സ്വഭാവത്തിലും പഴയ വഴികളിലും തുടരുന്നതായ ഒരു വ്യക്തിയാണ്? മാനസാന്തരം ഒരു താൽക്കാലിക വികാരമല്ല, അതൊരു ഉറച്ച തീരുമാനമാണ്. അത് ദിശാമാറ്റമാണ്. തെറ്റായ വഴിയിലും തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് സ്ഥിരമായി നടക്കാൻ തുടങ്ങുന്നതാണത്. വലിയ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരോടുള്ള വിരോധം ക്ഷമിക്കേണ്ടതുണ്ട്. സ്വന്തം തെറ്റുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും നാം അനുവദിക്കണം. ദൈവം ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ കുറ്റപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ദയ ഇന്നും നമ്മെ വിളിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസം നാം ഒരു ഉറച്ച ആത്മീയ തീരുമാനം എടുക്കാം. കർത്താവേ, നിന്റെ ദയയെ ഞാൻ നിസ്സാരമാക്കുകയില്ല. ഞാൻ മാനസാന്തരപ്പെടും, ഞാൻ മാറും. ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ശക്തിയായി തീരട്ടെ. വലിയ നോമ്പ് ഒരു ആത്മീയ പുതുജന്മമായി മാറാൻ നമ്മെ അനുവദിക്കട്ടെ. ദൈവത്തിൻ്റെ ദീർഘക്ഷമ നമ്മെ പാപത്തിൽ തുടരാൻ പ്രേരിപ്പിക്കാതെ വിശുദ്ധിയിൽ വളരാൻ പ്രേരിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, നിന്റെ അളവറ്റ ദയയ്ക്കും ദീർഘക്ഷമയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ ദയ നിസ്സാരമാക്കാതെ സത്യമായ മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയം പുതുക്കി നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ. വലിയ നോമ്പിൻ്റെ ദിവസത്തിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന അനുഗ്രഹ ദിവസങ്ങളായി മാറുവാൻ ദൈവമേ അനുവദിക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.